ചില ബാങ്കുകാർ നമുക്ക് ഫ്രീ ആയിട്ട് അക്കൗണ്ട് വരുമ്പോൾ വെറുതെ കൊണ്ട് മറ്റ് ബാങ്കുകാർക്ക് എന്തിനാണ് പെർ മന്ത് ഇത്ര യൂറോ വെച്ച് കൊടുക്കേണ്ടത്? പൈസ ലാഭിക്കാമല്ലോ. ജർമ്മനിയിൽ വന്നു കഴിയുമ്പോൾ ആദ്യമായിട്ട് വേണ്ട കാര്യങ്ങളൊന്നാണ് സിറ്റി രജിസ്ട്രേഷനും അതുപോലെ തന്നെ ഒരു ജർമ്മൻ ബാങ്ക് അക്കൗണ്ടും. കുറേ പേര് എന്നോട് ചോദിച്ചിരുന്നു ഹൗസ് ബിൽഡിംഗുകാരും സ്റ്റുഡൻസും ഏത് ബാങ്കാണ് ജർമ്മനി നല്ലതെന്ന്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ 2 വർഷമായിട്ട് യൂസ് ചെയ്യുന്നത് കൊമേഴ്സ് ബാങ്കാണ്. എൻ്റെ അഭിപ്രായത്തിൽ കൊമേഴ്സ് ബാങ്കാണ് ബെറ്റർ ഓപ്ഷൻ. കാരണം പലരും പറയും സ്പാർക്കാസ്, പക്ഷേ സ്പാർക്കാസിക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ലോക്കൽ റീജിയൻ അല്ലെങ്കിൽ ഏരിയ അനുസരിച്ച് സ്പാർക്കാസിക്ക് അക്കൗണ്ടിന് മന്ത്ലി ഫീ വരുന്നുണ്ട്. ചിലർക്ക് 9 യൂറോ 12 യൂറോ, ചിലർക്ക് ഫ്രീ ആണ്. പക്ഷേ ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട് സ്പാർക്കാസ് എന്താ എല്ലാവരും എടുക്കാൻ കാരണം ജർമ്മനിയിൽ ഓൾമോസ്റ്റ് കൂടുതൽ ബാങ്കുകളുള്ളത് സ്പാർക്കാസിക്കാണ്. കൊമേഴ്സ് ബാങ്കിന് സ്പാർക്കാസിൽ അത്രയും ബാങ്കുകളില്ല, അതുകൊണ്ടാണ് എല്ലാവരും സ്പാർക്കാസ് എടുക്കാൻ കാരണം. പക്ഷേ കൊമേഴ്സിന് എല്ലാ സിറ്റിയിലും തന്നെ 1-2 ബാങ്കുകൾ വെച്ചിട്ടുണ്ട്. 27 വയസ്സ് വരെ സ്റ്റുഡൻസിനും ഹൗസ് ബിൽഡേഴ്സിനും ഫ്രീ ആയിട്ട് അക്കൗണ്ട് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് 9 യൂറോ 90 സെൻറ്റ് വരും. കൊമേഴ്സ് ബാങ്കിന് അതുപോലെ തന്നെ ജീറോ കാർഡ് ഫ്രീ ആയിട്ട് ജീറോ കാർഡ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് വേണമെങ്കിൽ യങ് വിസ ക്രെഡിറ്റ് കാർഡും അവൈലബിൾ ആണ്. കൊമേഴ്സ് ബാങ്ക് വേണം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റെഫറൽ കോഡ് തരാം. ഈ റെഫറൽ കോഡ് വെച്ചിട്ട് കയറാണെങ്കിൽ 50 യൂറോ നിങ്ങൾക്ക് ബോണസായിട്ട് ഫസ്റ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കിട്ടും. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തും റെഫറൽ ചോദിച്ചാൽ മതി. അവർ ത്രൂ ആണെങ്കിലും നിങ്ങൾക്ക് പൈസ കിട്ടും.